പുലാമന്തോൾ പെരിന്തൽമണ്ണ മേലാറ്റൂർ റോഡ് വിഷയത്തിൽ കരാറുകാർ മന്ത്രിക്ക് നൽകിയ വാഗ്ദാനവും ലംഘിക്കപ്പെട്ടെന്ന് നജീബ് കാന്തപുരം എംഎൽഎ. നിർമ്മാണ പ്രവൃത്തികളിൽ നിന്നും നീക്കിയ കമ്പനിയെ ഇനി തുടരാൻ അനുവദിച്ചുകൂടെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും പുതിയ ടെൻഡർ നടപടികൾ സ്വീകരിച്ച് റോഡ് നവീകരണം പൂർത്തിയാക്കുകയാണ് വേണ്ടതെന്നും നജീബ് കാന്തപുരം എംഎൽഎ പറഞ്ഞു. റോഡ് നിർമ്മാണ ചുമതലയുള്ള KSTP ഉദ്യോഗസ്ഥരുമായി നടന്ന യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എംഎൽഎ. നമ്മൾ ഈ റോഡ് ഉപയോഗിക്കുന്ന മുഴുവൻ മനുഷ്യന്മാർ നേരിടുന്ന ഒരു പൊതു പ്രശ്നം നൽകി അതിൽ മന്ത്രിയെ കൂടി ഇതിൽ പങ്കാളിയാക്കി പരിഹരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ മന്ത്രി വിളിക്കുന്ന ഒരു യോഗത്തിൽ പോലും കൊടുക്കുന്ന ഉറപ്പുകൾ പാലിക്കാതെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് കോൺട്രാക്ടറാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാന്യനായ മന്ത്രിയോടും സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ഈ കോൺട്രാക്ടർ എങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇത്ര ജനങ്ങൾക്കെതിരായിട്ട് ഒരു ജനവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുള്ള ഈ കോൺട്രാക്ടർക്കെതിരെ എന്തെല്ലാം നടപടികൾ എടുക്കാൻ പറ്റുമോ, യഥാർത്ഥത്തിൽ ജനങ്ങൾ അനുഭവിച്ച ഈ ബുദ്ധിമുട്ടുകൾക്ക് അയാളുടെ അടുത്തുനിന്ന് പിഴ ഈടാക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ആവശ്യം. ഏറ്റവും തകർന്നു കിടക്കുന്ന പാതകളിൽ ഒന്നായ പുലാമന്തോൾ പെരിന്തൽമണ്ണ മേലാറ്റൂർ റോഡിന്റെ നവീകരണം വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടും നീണ്ടുപോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. മന്ത്രിക്ക് കരാർ കമ്പനി നൽകിയ വാഗ്ദാനവും ലംഘിക്കപ്പെട്ടു. അങ്ങിങ്ങായി പ്രയോജനമില്ലാത്ത ചില പ്രവൃത്തികൾ നടത്തി നിലനിൽക്കാനാണ് കരാർ കമ്പനി ശ്രമിച്ചത്. ജനങ്ങളെയും ജനപ്രതിനിധികളെയും കരാറുകാർ വഞ്ചിക്കുകയാണെന്നും ഈ സ്ഥിതിയിൽ റോഡ് പണി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ലെന്നും KSTP ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിന് ശേഷം നജീബ് കാന്തപുരം MLA വ്യക്തമാക്കി. നിർമ്മാണ പ്രവൃത്തികളിൽ നിന്നും നീക്കിയ കമ്പനിയെ പെരിന്തൽമണ്ണയിൽ നിന്നു തന്നെ കെട്ടുകെട്ടിക്കണമെന്ന അർത്ഥത്തിലാണ് MLA പറഞ്ഞത്. ഈ വലിയൊരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. റോഡിലെ ഏറ്റവും മോശാവസ്ഥയിലുള്ള പുളിങ്കാവ് മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷൻ, മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഒലിപ്പുഴ വരെയുള്ള ഭാഗങ്ങൾ KSTP നേരിട്ട് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തുമെന്നും MLA പറഞ്ഞു. നമ്മളിപ്പോൾ 3 തീരുമാനങ്ങളാണ് ഇന്നത്തെ മീറ്റിംഗിൽ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത്. ഒന്ന്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഈ റോഡിലെ 3 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് പുളിങ്കാവ്, 2 ചില്ലിസ് ജംഗ്ഷൻ, 3 മേലാറ്റൂരിലെ നമ്മുടെ റെയിൽവേ ഗേറ്റ് മുതൽ ഒലിപ്പുഴ വരെയുള്ള സ്ഥലം. ഇവിടെ ഒരു തരത്തിലും ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ദുർഘടമായ ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ഞാനിപ്പോൾ വൈകുന്നേരം മേലാറ്റൂരിൽ പോയിരുന്നു. മേലാറ്റൂരിൽ റോഡ് തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. അവിടെ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. ആ ജനകീയ സമരത്തിന്റെ ഭാഗമായി KSTP ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുന്ന സമരം വരെ ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി ജനങ്ങൾ രംഗത്തിറങ്ങുമെന്നുള്ളത് ബോധ്യപ്പെടുത്തിയ സാഹചര്യത്തിലാണ് KSTP ഇന്ന് ഒരു തീരുമാനമെടുത്തത്. ഈ 3 സ്ഥലം ഒരു മാസത്തിനുള്ളിൽ തന്നെ പാച്ച് വർക്ക് ചെയ്ത് ട്രാഫിക്കബിൾ ആക്കുക എന്നുള്ളത്. സെയിം ടൈം നമ്മൾ ഇതിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 140 കോടി രൂപ കണക്കാക്കിയ റോഡ് നിർമ്മാണ പദ്ധതിയാണിത്. പല ഭാഗത്തും അശാസ്ത്രീയമായാണ് കമ്പനി പ്രവൃത്തികൾ എടുത്തിട്ടുള്ളത്. ഇതിന്റെ പേരിലും നിർമ്മാണം നീട്ടിക്കൊണ്ടുപോയതിനും കരാർ കമ്പനിയിൽ നിന്നും സർക്കാർ പിഴ ഈടാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. എനിക്ക് പൊതുജനങ്ങളോട് പ്രധാനമായും പറയാനുള്ളത്, ഈ റോഡുമായി ബന്ധപ്പെട്ട നിരവധി അനോമിലീസ് നിലനിൽക്കുകയാണ്. ആ അനോമിലീസിലെ പ്രധാനപ്പെട്ട കാര്യം, പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം റോഡ് താഴെയാണ്, ഡ്രെയിനേജ് മുകളിലാണ്, വെള്ളം മുഴുവനും റോഡ് കെട്ടിക്കിടക്കുകയാണ്. എല്ലാം അശാസ്ത്രീയമായ നിർമ്മാണമാണ്. അപ്പൊ ശരിക്കും ഈ കോൺട്രാക്ടറിൽ നിന്ന് പിഴ ഈടാക്കാനും കൂടി സർക്കാർ തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യം കൂടി നമ്മൾ ഉന്നയിക്കുകയാണ്. ഇത് എത്രയും വേഗം KSTPയോട് ഇപ്പം ഞങ്ങൾ നിർദ്ദേശിച്ച കാര്യം, ഈ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ 3 പോയിന്റുകളിൽ ഒരു മാസത്തിനകം പാച്ച് വർക്കും പ്രവൃത്തിയും ചെയ്യുന്നതോടൊപ്പം തന്നെ ജനങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് വേണം ഇനി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ. അതിൽ മാധ്യമങ്ങളും ഇടപെടണം, പൊതുജനങ്ങളും ഇടപെടണം, ജനപ്രതിനിധികളും ഇടപെടണം. കാരണം ഇനി നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു റോഡ് ഒരു കാരണവശാലും നമുക്ക് ഒരു കുറ്റമറ്റ രീതിയിലാകണമെന്ന ഉറപ്പ് നമുക്ക് വരുത്താൻ സാധിക്കണം. ഇപ്പൊ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ അനുഭവിച്ച ക്ലേശത്തിനും ബുദ്ധിമുട്ടിനും ഒരു കയ്യും കണക്കുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കോൺട്രാക്ടർ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഈ കോൺട്രാക്ടറിൽ നിന്ന് പിഴ ഈടാക്കാൻ സർക്കാർ തയ്യാറാകണം എന്നൊരാവശ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ്. 2 വർഷത്തിനകം പൂർത്തിയാക്കേണ്ടിയിരുന്ന റോഡ് നിർമ്മാണം 4 വർഷമായിട്ടും എങ്ങും എത്തിയിട്ടില്ല. കഴിഞ്ഞ നവംബർ 20-നകം റോഡ് നവീകരണം പൂർത്തിയാക്കുമെന്ന് കമ്പനിയുമായി ധാരണയിൽ എത്തിയിരുന്നു.
എന്നാൽ ഇതും പാലിക്കപ്പെട്ടില്ല. ഈ സാഹചര്യത്തിൽ പുതിയ ടെൻഡർ നടപടികൾ സ്വീകരിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നും എങ്കിലേ സമ്പൂർണ്ണ പരിഹാരത്തിന് സാധ്യമാകൂ എന്നും MLA വ്യക്തമാക്കി. നമ്മളിപ്പോ ടൈം ലൈൻ, കഴിഞ്ഞ പ്രാവശ്യം നിശ്ചയിച്ച ടൈം ലൈൻ ഒരു കാരണവശാലും അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ നവംബർ 20 കൂടി തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് റോഡ് ട്രാഫിക്കബിൾ ആക്കി തീർക്കും എന്ന് പറഞ്ഞ വാക്ക് അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഡിസംബർ 20 ആകാൻ പോകുന്നു. ഒരു മാസം കഴിഞ്ഞിട്ടും ആ വാഗ്ദത്വം ഒന്നും പാലിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി അവരുമായിട്ടുള്ള ഒരു കോംപ്രമൈസ് ചർച്ചയില്ല. അവരുമായിട്ടുള്ളത് പൂർണ്ണമായിട്ടും അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ്. ഇനി എത്രയും വേഗം ഈ എസ്റ്റിമേറ്റിന്റെ വർക്കുകൾ പൂർത്തീകരിച്ച് ഈ മാർച്ച് 31-നകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുതിയ കോൺട്രാക്ടർക്ക് റോഡ് കൈമാറാൻ കഴിയണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിലെടുത്ത പ്രധാനമായ ഒരു തീരുമാനം. മാർച്ച് 31 കൂടി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കോൺട്രാക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 മാസം കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും 2025 ഡിസംബറിൽ സമ്പൂർണമായും ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കണമെന്നുമാണ് ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം. പോപ്പുലർ ഗോൾഡൻ ഡയമണ്ട്സിൽ ഡിസംബർ 15 മുതൽ 30 വരെ ക്രിസ്മസ് ന്യൂ ഇയർ മെഗാ സെയിൽ. 2.9% പണിക്കൂലിയിൽ ചെയിൻസ്, ബാംഗിൾസ്, ആംക്ലെറ്റ്, ബ്രേസ്ലെറ്റ്സ്. 4.9% പണിക്കൂലിയിൽ ആന്റിക് ആഭരണങ്ങൾ. 4.9% പണിക്കൂലിയിൽ ടർക്കിഷ് ആൻഡ് സിംഗപ്പൂർ ആഭരണങ്ങൾ. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വരവേൽക്കാം ഈ പുതുവർഷത്തെ പോപ്പുലറിനൊപ്പം. പോപ്പുലർ ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ.